ഹലോ, ഇതെൻ്റെ ചാനലിലെ രണ്ടാമത്തെ വ്ളോഗാണ്. വ്ളോഗ് എന്ന് പറയാനൊന്നുമില്ല, എന്നാലും എൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളും സന്തോഷങ്ങളും ഞാൻ പറയുന്നത് എന്ത് മാത്രം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഓണ സെലിബ്രേഷൻ ആയിരുന്നു. രാവിലെ തന്നെ സാരിയൊക്കെ എടുത്ത് ഒരുങ്ങി കിട്ടി അവിടെ എത്തുമ്പോഴേക്ക് നമ്മൾ അത്തപ്പൂ ഇടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു കുറവ് വരുത്തുണ്ടാലോ കരുതി ഞാനും അതിൽ പങ്കെടുത്ത് നമ്മൾ ഓരോ പൂക്കൾ റെഡിയാക്കി എല്ലാ അത്തപ്പൂവും ബിസിനസ്സിൽ പറഞ്ഞിട്ട് പോയിട്ടൊരു ഏകദേശമൊക്കെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഓണപ്പൂട്ടിരുന്നു. എല്ലാവരും വന്നതിൽ നമ്മൾ സാരിയൊക്കെ പിടിച്ച് എല്ലാവരും വിൽക്കാനൊക്കെ പറഞ്ഞ് കൈയൊക്കെ കാട്ടി അങ്ങനെ നീങ്ങി. അങ്ങനെയൊക്കെ നമ്മളെ ജാവേദ് സാർ നമ്മൾ വെറുതെ ദാഹിച്ചിട്ടുണ്ടല്ലോ കരുതി നമുക്ക് കുടിക്കാൻ ജ്യൂസൊക്കെ തന്നിന് കേട്ടോ. എല്ലാവർക്കും കൊടുത്ത് എൻ്റെ അടുത്ത് ടീച്ചേഴ്സും ഒന്ന് ടെസ്റ്റ് ചെയ്ത് അവർക്കും ടെസ്റ്റ് ചെയ്യണ്ടേ. അതിനുശേഷം നമ്മളെല്ലാവരും കൂടിച്ച് എല്ലാ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. ഗെയിമിന് ചാക്കത്തുള്ളിൽ പിന്നെ നമ്മളെ റാംബോക്ക് അല്ലാത്ത എന്തെല്ലാം ക്ലാസ് കഴിച്ചിട്ട് കുറേ ഗെയിമെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കളിച്ച് അല്ലാണ്ട് കുറേ ആൾക്കാർ തോച്ച്. നമ്മൾ തോച്ചിട്ടൊന്നുമില്ല, നമ്മൾ പാവല്ല അവർ കൂടുതലുള്ള ആൾക്കാർ കളിച്ചോട്ട് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ പരിപാടിക്കും കൂടിയിട്ടുണ്ട്. പക്ഷെ അവർ കൂടെ കളിക്കുന്നവർക്ക് സങ്കടമാവുമല്ലോ. ഒരു പാവം ജയിക്കാൻ കഴിയാനിട്ടൊന്നല്ല, കുട്ടിച്ച് അവർക്കൊരു സങ്കടം വരണ്ടാലോ എന്നുള്ള എനിക്ക് നമ്മളങ്ങനെ കുട്ടിക്കുന്നത്. ആ ടീം ജയിച്ചതിൻ്റെ സന്തോഷമായി ഇന്ന് കാണുന്നത്. ഗ്ലാസ് വെച്ചിട്ടുള്ള എന്തോ ഗെയിം കഴിഞ്ഞാൽ അതിന് ശേഷം കുപ്പിയിൽ വെള്ളം നടക്കില്ല, വാട്ടർ ഫില്ലിങ്. അതിൽ ഈ കണ്ണാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഇതിൽ കിട്ടിച്ചൊന്നുമില്ല, കഴിക്കണ്ട. അതിൽ ഹസി തന്നെ ലാസ്റ്റ് കിട്ടുന്നു. അത് കിട്ടിക്കൊണ്ടിരുന്നു. പരിപാടി മാനന്തവാടി റോയൽ ടർഫിൽ വെച്ചിട്ടായിരുന്നു. നമ്മളെ ഗസ്റ്റായിട്ട് വന്നത് വയനാട്ടിലെ വ്ളോഗറായ സൈൻ വ്ളോഗ്സ് ആയിരുന്നു. അവരുടെ കൂടെ അവരുടെ മോളുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു നമ്മളൊന്നും മൈൻഡാക്കൂല, വലിയ വ്ളോഗൊക്കെ ആക്കിയിട്ട് ഉള്ള എല്ലാ ആൾക്കാരൊക്കെ അല്ല നമ്മൾ മൈൻഡാക്കൂല വിചാരിച്ചു. പിന്നെ നമുക്ക് കുറേ ചാലഞ്ചും കാര്യങ്ങളും ഒക്കെ തന്ന് നമ്മളെ നല്ല ഫ്രണ്ട്ലി ആയി ഫോട്ടോ എടുത്ത് ലാസ്റ്റ് അവർ സദ്യയൊക്കെ കഴിച്ച് അങ്ങനെ അവർ പോയി. അതിനുശേഷം നമ്മൾ ഷിബിനത്താൻ്റെ പാട്ട് അതൊന്ന് കേട്ടോക്കിയാലോ. അങ്ങനെ ജിബിനത്താൻ്റെ പാട്ടും കഴിഞ്ഞ് അപ്പോഴത്തേക്ക് സദ്യ റെഡി. പിന്നെ സദ്യ തിരിഞ്ഞു സദ്യ വെച്ച് ഡാൻസൊക്കെ കളിച്ച് എല്ലാവരും കൂടി ഫാർമ ടീച്ചർമാരൊക്കെ കൂടി ഡാൻസ് കളിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബൈ ബൈ.